Focus. Hello, Hi everyone, Ginese. very good evening. അപ്പോ Okay, okay. നമ്മളെ കോൾ ടു ഡയമണ്ട് എന്ന പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും വീഡിയോസും പോസ്റ്റേഴ്സും ഒക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ലാസ്റ്റ് അയച്ചിട്ടുള്ള ഓഡിയോസിൽ, ലാസ്റ്റ് അയച്ചിട്ടുള്ള വോയിസിലും പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ഓരോരുത്തരും ലൈഫിന്റെ ഓരോ പടവുകൾ കൊണ്ടിരിക്കുന്ന ആളുകളല്ലേ. സ്റ്റുഡൻസ് ഉണ്ടാവും, ഫാമിലി റിലേഷൻഷിപ്പിൽ ഓരോ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഓരോ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇങ്ങനെ വെറൈറ്റി ഓഫ് മേഖലകളിൽ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ പടവുകൾ മുന്നിൽ ഓരോ ദിവസവും കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ നമ്മൾ കയറാൻ പോകുന്ന അതേ പടവുകൾ മുന്നേ കയറി ചെന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ, ഒരുപാട് പടവുകൾ കയറി ചെന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും. നമ്മൾ അവരെ ജീവിതം പഠിക്കുക അല്ലെങ്കിൽ അവരെ ജീവിതം കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനോട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, അവരുടെ സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നതിലൂടെ നമ്മൾ ഇനി കയറാൻ പോകുന്ന ഒരുപാട് പടവുകൾക്ക് അത് ഭയങ്കരമായിട്ട് സഹായകമാവും എന്നുള്ളതാണ്. ഓക്കെ, സി നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ആ, വളർന്നു വന്നിട്ടുള്ളത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള കഥകളുടെ പശ്ചാത്തലം ഏറ്റെടുത്തിട്ട് തന്നെയാണ്. ഓക്കെ, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കഥകൾ, നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള കഥകൾ, നമ്മളെ അമ്മ, ഉമ്മ അല്ലെങ്കിൽ അച്ഛൻ, ഉപ്പ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ, നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള കഥകൾ, നമ്മളെ ഫാമിലി പറഞ്ഞിട്ടുള്ള കഥകൾ, ഇങ്ങനെ ഒരുപാട് കഥകളുടെ ഒരു ആകെ തുകയായിരിക്കും നമ്മൾ. ഒരുപാട് പേരുടെ ജീവിതാനുഭവം നമ്മൾ നോക്കി കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ കാണുകയാണ്, ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആള് ബിസിനസ് ഫ്ലോപ്പ് ആവുകയാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഫ്ലോപ്പ് ആവുകയാണ്. അതുകൂടി നമ്മൾ ആ കഥ കണ്ട് മനസ്സിലാക്കുകയാണ്, ഓ, എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പൊളിഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഉള്ളിൽ ആ ഒരു ബിലീഫും കൊണ്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഒന്ന് പൊളിച്ച് എഴുതാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ ലൈഫിൽ നിൽക്കുന്നതിൽ നിന്ന് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് ഒരു അപ്ഡേഷൻ വരാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇങ്ങനെ പടവുകൾ കയറിയിട്ടുള്ള ആളുകളെ
ലൈവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മളെ സക്സസ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നൗഫൽ സാറാണ്. ഞാൻ അധികം ഒന്നും തന്നെ പറയില്ല, എല്ലാം സാറെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും മൊത്തം എന്ത് ചെയ്യും സാർ തന്നെ പറയും. ഞാൻ എന്ത് ചെയ്യാണ് സാറെ വെൽക്കം ചെയ്യാണ്. ഓവർ ടു യു സാർ. ഹലോ, യെസ് സാർ, കേൾക്കാം, ഓഡിയബിൾ ആണ്. ആണല്ലോ അല്ലേ? ശരി, ഓക്കെ. ഓക്കെ, ഗുഡ് ഈവനിങ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിന്. ഏതായിരുന്നാലും ശരി, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചു, അല്ലെങ്കിൽ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിയബിൾ ആണ് സാർ, ചെറിയൊരു സ്റ്റെക്ക് വരുന്നുണ്ട്. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാല്, ഞാൻ ഫസ്റ്റ് തന്നെ പറയട്ടെ, ഇവിടെ ഞാൻ ഇപ്പൊ പഞ്ചാബിലാണ് ഉള്ളത്, യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളത്. ഇവിടെ വന്ന് പെട്ടെന്നൊന്ന് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര തണുപ്പാണ്, അതേപോലെ ചെറിയ ഒരു കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊരു പിന്നെ ഇതിന്റെ റേഞ്ചിന്റെ ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നൊരു പേടിയുണ്ട്. ഏതായിരുന്നാലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ ഓക്കെ, പരമാവധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഭയങ്കര പ്രോബ്ലംസ് ആണ് ഇവിടെ. ഏതായിരുന്നാലും ശരി, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്, അല്ലെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിന് ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകളോ ഒന്നും നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം, അതായത് ഇവിടെ ഇപ്പം നിങ്ങൾ ഓൺലൈനിലുള്ള ആളുകളിൽ ഒരാൾ ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വളരെ സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു അരമണിക്കൂർ അല്ലെ കുറഞ്ഞ സമയം ഇവിടെ ഇങ്ങനെ ചെലവഴിച്ചതിൽ ഗുണകരമായിട്ട് മാറും എന്ന് വിശ്വസിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കാതെ വരുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓക്കെ, എന്നെപ്പോ ക്ഷണിച്ചത് ഒരു പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിലായിരിക്കും നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടാവാം. ഏതായിരുന്നാലും ശരി, വളരെ സന്തോഷം ഒന്നുകൂടി അറിയിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് കുറെ കാര്യങ്ങൾ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള വ്യക്തി എന്ന നിലയിൽ ചില എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ള നിലയിലാണ് ഞാൻ. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപകൻ എന്ന നിലയിൽ ഒരു 15 വർഷത്തോളം സർവീസിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ 15 വർഷത്തെ അനുഭവങ്ങളെയും അതേപോലെ തന്നെ ഞാൻ ഏകദേശം ഒരു 5-10 വർഷത്തോളം 10-20 വർഷത്തോളം പഠിച്ച വ്യക്തി എന്ന നിലയിൽ ഞാൻ വന്ന വഴികളിലൂടെയുള്ള അനുഭവങ്ങളെയും കൂട്ടിയിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചില ചെറിയ പോയിന്റുകൾ, ചെറിയ ചെറിയ കാര്യങ്ങളെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ ഇന്ത്യയിലെ 1-2 NGOs റൺ ചെയ്യുന്നുണ്ട്. ഒരു ഓൾ ഇന്ത്യ എഡ്യൂക്കേഷണൽ സർവീസ് ആൻഡ് കൾച്ചറൽ ഫോറം എന്ന് പറയുന്ന ഒരു NGOs റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ NGOയുടെ പ്രവർത്തനം കാശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കാശ്മീരിലെ അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിലെ കൊയ്മോ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു ചെറിയ ഒരു വില്ലേജിലെ വിദ്യാഭ്യാസ പ്രവർത്തനാണ്. ഞാനത് ഇവിടെ സൂചിപ്പിച്ചത് ഒരുപക്ഷെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കാം, അല്ലെ മുതിർന്നവരായിരിക്കാം, ആരായിരുന്നാലും ശരി, ഞാൻ സൂചിപ്പിച്ച് ആ ഒരു വില്ലേജിൽ എത്തിയിട്ട് ആ വില്ലേജിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ചെന്നപ്പോഴും ഉണ്ടായ ഒരു അനുഭവമാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത പ്രദേശമാണ്, വളരെ പൂറായിട്ടുള്ള പാവപ്പെട്ട കുട്ടികൾ അടങ്ങുന്ന കുറെ ആളുകൾ അടങ്ങുന്ന ഒരു വില്ലേജ് ആണ് എന്ന ധാരണയിലാണ് അവിടേക്ക് എത്തിയിട്ടുണ്ടായത്. എന്നാൽ ആ ഉദ്ദേശിച്ച പോലെ തന്നെ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത, കുട്ടികളുമായിട്ട് സംസാരിച്ചു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, കുട്ടികളിൽ പലരും 5 ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്.
അവിടേക്കാണ് ഞാൻ പോയിന്റ് എത്തുന്നത്. 5 ലാംഗ്വേജ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് അവരുടെ മദർ ടങ് ഡോഗ്രി എന്ന് പറയുന്ന ഒരു ഭാഷ സംസാരിക്കുന്നുണ്ട്, ഉറുദു സംസാരിക്കുന്നുണ്ട്, ഹിന്ദി സംസാരിക്കുന്നുണ്ട്, കാശ്മീരി സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കും. അവിടെയാണ് നമ്മുടെ പോയിന്റ്. ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, 10ാം ക്ലാസ് വരെ നമ്മൾ പലരും ഇവിടെ പഠിച്ചു. 10ാം ക്ലാസ്സിൽ ഹിന്ദി നമ്മൾ പഠിച്ച് 50ൽ 50 മാർക്ക് കിട്ടിയ ആളുകളാ ഇരിക്കുന്നത്. എത്ര പേര് ഹിന്ദി സംസാരിക്കും? രണ്ടാമത്, ഇംഗ്ലീഷ് നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എത്ര കാലത്തോളം പഠിക്കുന്നുവോ അത്രയും കാലം ഇംഗ്ലീഷ് ഭാഷ നമ്മൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കും? മൂന്നാമത്, ഞാനും നിങ്ങളും സംസാരിക്കുന്ന നമ്മുടെ ഭാഷ വളരെ മനോഹരമായിട്ട് ഒരു 50 ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ എത്ര പേർക്ക് സാധിക്കും? അവിടേക്കാണ് എൻ്റെ ക്വസ്റ്റ്യൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞ 3 കാര്യത്തിൽ നമ്മൾ മെജോറിറ്റി ആളുകൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ചർച്ചക്കിടുകയാണ്. അവിടെ ആ പിള്ളേര്, അവിടുത്തെ കുട്ടികള് എന്തുകൊണ്ട് ഈ ഒരു ഭാഷ സംസാരിക്കാൻ കഴിയുന്നു? അവിടെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ റീതിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തേണ്ടിയിരിക്കുന്നത്. ഹിന്ദി 50 മാർക്ക് കിട്ടിയ നമുക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയുന്നില്ല, ഇംഗ്ലീഷ് ഭാഷ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, മലയാളം കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നത് എവിടെയാണ് പരാജയം എന്നതാണ്, എവിടെയാണ് നമ്മുടെ പരാജയത്തിന് തുടക്കം എന്നത് നമ്മളൊന്ന് റീതിങ്കിങ് നടത്തണം എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി അവിടെ നിന്ന് അതേപോലെ ഒരു പ്രൊജക്റ്റ് പഞ്ചാബിലെ പാട്യാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികള് നല്ല വിദ്യാഭ്യാസം എന്ന് ഉദ്ദേശിച്ചത് 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ ഉള്ള കുട്ടികള് നന്നായിട്ട് നല്ല വിവരം, നല്ല അറിവുള്ള കുട്ടികളാണ്. നന്നായിട്ട് ആളുകളുമായിട്ട് ഇടപഴകാനാവുന്ന കുട്ടികളാണ്. നന്നായിട്ട് കുട്ടികളുമായിട്ട് സംവദിക്കുകയൊക്കെ പറ്റുന്ന കുട്ടികളാണ്. എന്നാൽ ഇതേ കുട്ടികൾക്കിടയിലേക്ക് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എടുക്കുമ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നു? അവിടെയാണ് നമ്മളുടെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, അതായത് ആദ്യം പറഞ്ഞത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നല്ല സോഷ്യൽ സ്കില്ലുണ്ട്. ഈ 2 സ്കില്ലും 2 സ്ഥലത്തെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്നതാണ്. അവിടേക്ക് എത്തുമ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്ന വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചെറിയ കുറച്ച് ക്രോഡീകരണം എന്ന നിലയിൽ കുറഞ്ഞ പോയിന്റുകളിലൂടെ കടന്നു പോവാന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നമുക്ക് SSLC വരെ പഠിച്ച സമയത്ത് ആവറേജ് വിദ്യാർത്ഥി എന്ന നിലയിൽ വലിയ ലക്ഷ്യങ്ങളൊന്നും സ്വാഭാവികമായിട്ട് പലർക്കും ഉണ്ടാവില്ല. അതേപോലെ വലിയ ലക്ഷ്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ റീതിങ്കിങ് എന്ന് പറയുന്ന, നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്ന, നമ്മൾ എത്രത്തോളം ആണ്, എന്തായി തീരണം എന്നൊക്കെയുള്ള ചിന്തയിലേക്കുള്ള റീതിങ്കിങ്ങിലേക്ക് വരുമ്പോഴാണ് നമുക്കുണ്ടാവുന്ന വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ വലിയ ചിന്താഗതിയെക്കുറിച്ച് നമ്മൾ ഒരു ചെറിയ ഒരു ചേഞ്ചിന് തുടക്കം കുറിക്കേണ്ടത്. ഈ റീതിങ്കിങ്ങിലൂടെയാണ് ചേഞ്ചിന് തുടക്കം കുറിക്കേണ്ടത്. അവിടേക്കാണ് ഞാൻ എത്തുന്നത്. നമ്മുടെ ഈ കുട്ടികൾ, നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞ കുട്ടികൾ എന്തുകൊണ്ട് ഇത്രയും ലാംഗ്വേജ് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവർക്ക് പ്രോപ്പർ വിദ്യാഭ്യാസം കിട്ടാത്ത കുട്ടികളാണ്. കാരണം അവിടെ ഏകദേശം 1.5 വർഷത്തോളം ആർട്ടിക്കിൾ
370 ഒഴിവായതിന്റെ പേരിൽ കലാപം നടന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ഏകദേശം 2 വർഷത്തോളം അവിടെ എന്തുണ്ടായിരുന്നു, 2 വർഷത്തോളം പിന്നെ ഫ്ലഡ് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ അവിടെ ഒരു ബുർഹാൻ വാനി എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഒക്കെ കൊണ്ടുള്ള ഒരു വിഷയം നടന്നതിന്റെ പേരിൽ കലാപം നടന്ന സ്ഥലമാണ്. 2 വർഷം കൊറോണ കൊണ്ട് വന്നതാണ്. ഏകദേശം 6-7 വർഷത്തോളം കാലം ഔപചാരികമായ വിദ്യാഭ്യാസം കിട്ടാത്ത ഇടത്തെ കുട്ടികളില് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ എന്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല, അല്ലെ നമുക്ക് എന്തുകൊണ്ട് ഈ ഭാഷ സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യവുമായിട്ടാണ് ഞാനത് ബന്ധിപ്പിക്കുന്നത്. കാരണം അവിടെ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാല്, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾക്ക് വലിയ ലക്ഷ്യം ഉണ്ടായി അല്ലെങ്കിൽ വലിയ ഒരു പ്ലാനിങ് ചെയ്തത് കൊണ്ടൊന്നും അല്ല. സ്വാഭാവികമായിട്ട് അവരുടെ ഭാഷ എന്ന നിലയിൽ കാശ്മീരിയും ഡോഗ്രിയും ഭാഷ അവര് പഠിച്ചു, അല്ലെങ്കിൽ മാതൃഭാഷ പോലെ അവർക്ക് കിട്ടി. എന്നാൽ ഹിന്ദി ഭാഷയും അവിടെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹിന്ദി ഭാഷ വേണമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അടുത്തത് ഉറുദു ഭാഷ അവർക്ക് അവരുടെ മതവിദ്യാഭ്യാസത്തിന്റെ കൂടെ അവർക്ക് ഉറുദു ഭാഷ കിട്ടി. ഇംഗ്ലീഷ് ഭാഷ അവര് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്, ഇംഗ്ലീഷ് ഭാഷ അവർക്ക് ശ്രീനഗറിലേക്ക് പോലെയുള്ള മറ്റു പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളും ഹലോ, ഓഡിബിൾ ആണോ? ഓഡിയബിൾ ആണ്. സ്റ്റെക്ക് വരുന്നുണ്ട് വോയിസ്. മേ ബി സാർ പറഞ്ഞ നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ. ഏതായിരുന്നാലും ശരി, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ശരി. കേൾക്കാത്ത സമയത്ത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ അത്രയും പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ്. വൈഫൈ തന്നെയാണ്, എന്നിട്ട് വൈഫൈ ആയിട്ടും ഈ ഇഷ്യൂസുകൾ ഉണ്ട് നിലവില്. ശരി, ഏതായിരുന്നാലും ശരി, ഈ പറഞ്ഞു വരുന്നത് വ്യത്യസ്തമായുള്ള ലക്ഷ്യങ്ങളിലൂടെ കുട്ടി കടന്നു പോയതുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ കുട്ടികളിലേക്ക് നടന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ വിദ്യാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് ശ്രമിക്കുന്ന ആള്, അതല്ലെങ്കിൽ നമ്മുടെ യൂത്ത് പലപ്പോഴും ലക്ഷ്യങ്ങളെ പലപ്പോഴും ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ നിർണായകമായ വിഷയത്തിലേക്കുള്ള ലക്ഷ്യമായിട്ട് മാറുന്നില്ല. അവിടുന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഏതെല്ലാം രീതിയിലും മുന്നോട്ട് കടന്നു പോവാം, ഏതെല്ലാം രീതിയിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് സക്സസിലേക്ക് എത്താൻ സാധിക്കും. ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ കോൾ ടു ഡയമണ്ട് എന്നാണല്ലോ. ഡയമണ്ടിലേക്ക് എത്തുക അല്ലെങ്കിൽ ദ മെയിൻ സുപ്രീം എയിം എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ്. അവിടെയാണ് നമുക്ക് സ്വാഭാവികമായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഒന്ന്, ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നിൽക്കുന്ന സാഹചര്യങ്ങളെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് പരസ്പരം ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക, ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്യാം, ഹിന്ദി സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ടീമിനെ എന്ത് ചെയ്യാം, മോൾഡ് ചെയ്യാം, ഗ്രൂപ്പിനെ ഡെവലപ്പ് ചെയ്യാം, ഗ്രൂപ്പിനെ ഡിസൈൻ ചെയ്യാം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസിനെ മുമ്പ് നമ്മൾ പഠിച്ചത് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നമ്മളെടുത്ത് തേടി വരും. പക്ഷേ അവസരങ്ങൾ തേടി വരാൻ കാത്തിരിക്കേണ്ടതില്ല, മറിച്ച് അവസരങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ട് എന്തുണ്ടായിരിക്കുക, നമ്മൾ കണ്ടെത്താനും ക്രിയേറ്റ് ചെയ്യാനും അതിനെ എൻലാർജ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമം നടത്തുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അവിടേക്കാണ് എത്തേണ്ടത്. അങ്ങനെ നമ്മൾ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാനിത് ഈ പറയുന്നത് ഒരു പോയിന്റ് വെച്ച് പറയല്ല, മറിച്ച് ഞാൻ വന്ന വഴികളിലൂടെ ഉള്ള ഒരു ചെറിയ ഒരു ടോക്ക് നടത്തുകയാണ്. ഇന്ന് ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ, പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ പിന്നെ ഒരു പ്രൊജക്റ്റിലാണുള്ളത്.
ഇവിടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ടീച്ചേഴ്സും ഉണ്ട്, സ്റ്റുഡൻസും ഉണ്ട്. അതേപോലെ ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസും ഉണ്ട് ഇവിടെ, ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന. ഇവരോടൊക്കെ സംവദിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ പലരും എന്തുണ്ടാവണം, ഓപ്പർച്യൂണിറ്റീസിനെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എത്തിയതാണ്. അങ്ങനെ വരുമ്പോഴ് നമ്മളെ എംപവർ ചെയ്യേണ്ടിയിരിക്കുകയാണ്. നമ്മൾ പോരാ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യേണ്ടി വരും. നമ്മൾ കുറച്ചുകൂടിയും എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കുറച്ചുകൂടി നമ്മളെ എംപവർ ചെയ്യാൻ നമുക്ക് എല്ലാവിധ രീതിയിലുള്ള ഡെവലപ്മെന്റ്സിന് നമ്മൾ ശ്രമിക്കേണ്ടി വരും. ഇന്ന് ഏറ്റവും കൂടുതൽ എളുപ്പമാണ്, കാരണം സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് എംപവർ ചെയ്യാനും അതേപോലെ തന്നെ എൻട്രി ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരങ്ങളുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പോയ വഴികളിലൂടെ മാത്രം നീങ്ങുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ സക്സസിലേക്ക് എത്താതിരിക്കുക. അവിടെയാണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടി നമ്മൾ കടന്നു പോകണം. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എങ്ങനെ ഞാനത് ചെയ്യുന്നത് ശരിയാണോ, ഞാനത് ചെയ്യുന്നത് ശരിയല്ലേ, എനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ള ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ കടന്നു പോകണം. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ക്രിറ്റിക്കൽ തിങ്കിങ് നടത്തുന്നത്, അതായത് എംപവർ ചെയ്ത നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത. ഇപ്പോൾ ഞാൻ എൻ്റെ പഠിച്ചു വന്ന ഹിസ്റ്റോറിക്കലായിട്ട് ഇങ്ങനെ പോകുന്നില്ല, മറിച്ച് ആ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ഗ്രാജുവേഷനും ഒക്കെ പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കുറച്ച് എടുത്ത് മുന്നോട്ട് പോയപ്പോൾ ആ വന്ന വഴിയാണ് നിങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഏത് കോളേജിൽ പഠിച്ചു, എങ്ങനെ പഠിച്ചു, ഏത് ഡിഗ്രി എടുത്തു എന്നതിന് ഇവിടെ പ്രസക്തി ഇല്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ആ വന്ന വഴികളിലൂടെ ചർച്ച ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത്. അവിടെയാണ് അവസരങ്ങൾ ഉണ്ടാക്കി. ആക്ച്വലി ഒരു എം എസ് സി യോഗ എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എടുത്തത് ബോധപൂർവം എടുത്തതല്ല. അത് ഒരിക്കലും ബാക്ക് പെയിൻ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് 1-2 എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിടത്തു നിന്നാണ് കോഴ്സിനെ കുറിച്ച് അറിയുന്നതും ഈ കോഴ്സ് കൊണ്ട് വളരെ ഗുണകരമാണെന്ന് മനസ്സിലാക്കുന്നതും. അങ്ങനെ ആ കോഴ്സ് റെഗുലറായി തന്നെ കോഴ്സ് പഠിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പഠിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ, ഒരുപാട് ആളുകളിലേക്ക് ആ യോഗ നാച്ചുറോപ്പതി എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചത് കൊണ്ട് കുറെ ആളുകളെ സേവിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് അത് ഗൈഡൻസ് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതിന് ക്രിറ്റിക്കൽ തിങ്കിങ് നടത്താം, എങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് അതിലേക്ക് എത്താം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പൊ ക്രിറ്റിക്കൽ തിങ്കിങ്ങിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമുക്ക് ഒരു കരിയർ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നല്ല കരിയർ തന്നെയാണ്. അപ്പൊ കരിയറിലേക്ക് എത്തുക എന്ന് പറയുന്നത് വ്യക്തമായിട്ട് എയിം ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, നമ്മളെ ബൂസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യുക, നമ്മളെ എംപവർ ചെയ്യുക, നമ്മുടെ ക്രിറ്റിക്കൽ തിങ്കിങ്ങിലൂടെ കടന്നു പോവുക, ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ബൂസ്റ്റ് ചെയ്യണം. അങ്ങനെ കരിയർ ഓപ്പർച്യൂണിറ്റീസിലേക്ക്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പേര് പ്രൊജക്റ്റ് വിവിധ പ്രോഗ്രാമുകൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ 55 ഏജ്, 60 ഏജ്, 60 എബവ് ഏജുള്ള ആളുകൾ ഉണ്ട്. അത് വിദേശത്തു നിന്നൊക്കെ വന്ന ആളുകൾ. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോവാണ്. 60 എബവ് ഉള്ള ആളുകൾ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവരിലുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളോട് ഇപ്പൊ ക്ലാസ് റൂമിൽ അധ്യാപകന് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏതൊരു വിഷയം ആയിക്കോട്ടെ, അത് നമ്മളോട് വായിക്കാൻ പറയാണ്. ക്ലാസ് സാർ എടുത്തതിന് ശേഷം അത് നിങ്ങൾ 10 തവണ വായിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന വിഷയമാണ്, അതായത് മലയാളമാണെന്ന് വിചാരിക്കുക. അത് നമുക്ക് വായിച്ചിട്ട് അറിയാവുന്ന വിഷയമാണ്. നമ്മൾ എന്ത് ചെയ്യും, 2 തവണ വായിച്ചിട്ട് അത്രയും മതി, എനിക്ക് അറിയാവുന്നതല്ലേ എന്ന് ചിന്തിക്കും. എന്നാൽ ഇവിടത്തെ ഈ അധ്യാപകർ എന്ന് പറഞ്ഞോടെ ഈ പ്രൊജക്റ്റിലേക്ക് വന്ന ആളുകളോട് അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇത്ര ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയും ചെയ്യാൻ അവർ വില്ലിങ് ആണ്. അവിടെയാണ് അതിന്റെ സക്സസ്. അതായത് 10 തവണയാണ് വായിക്കാൻ പറയുന്നതെങ്കിൽ ആ 10 തവണ അവർ, അല്ലെങ്കിൽ 10 തവണ ആ പ്രൊജക്ട് പ്രപ്പോസൽ റെഡിയാക്കാൻ പറയുന്നുണ്ടെങ്കിൽ അത് അവർ 10 തവണ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന, മലയാളി എന്ന നിലയിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് എന്താണ്, അതെനിക്ക് അറിയുന്നല്ലേ, അതിന് കൂടുതൽ സമയം എന്തിനാ ഞാൻ വേസ്റ്റ് ആക്കുന്നതെന്ന് ചോദിക്കാണ്.
അവിടെയാണ് നമ്മൾ ഈ 10 തവണ അവര് ആ കാര്യം ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൽ പെർഫെക്റ്റ് ആവുകയാണ്. നമ്മളോ നമുക്കറിയാം, പക്ഷെ പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്താതെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പെർഫെക്ഷൻ എന്നതിലേക്ക് എത്തുമ്പോൾ മാത്രമേ പുതിയ കാലഘട്ടത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പെർഫെക്ഷൻ എന്ന് പറയുന്നിടത്തേക്ക് എത്തുമ്പോഴേ നമുക്ക് എന്തുണ്ടായിരിക്കും, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. ഇന്ന് പുതിയ കാലഘട്ടത്തിലെ AI-യുടെ ഒക്കെ കാലത്ത് നമുക്ക് നല്ല എബിലിറ്റിയും നല്ല പെർഫെക്ഷൻ ഉള്ള ആളുകളെ മതി. കാരണം 100 ആള് ഒരു ഇന്റർവ്യൂവിന് വരികയാണെങ്കിൽ ഒരു പോസ്റ്റേ ഉള്ളെങ്കിൽ 99 ആളേക്കാൾ മുന്നിലുള്ള ആൾക്കാണ് എന്ത് ആ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. അയാൾ ആരായിരിക്കും? അയാൾ ഡെഡിക്കേറ്റഡ് പേഴ്സൺ ആയിരിക്കും, അയാൾ പെർഫെക്ഷൻ ഉള്ള ആളായിരിക്കും, അയാൾ എല്ലാത്തിനും ഈ 99 ആളേക്കാൾ 99 ആളേക്കാൾ മുകളിലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നമ്മൾ എന്തുണ്ടായിരിക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ശരിക്കും നമ്മളൊരു ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കരിയർ പെർസ്പെക്റ്റീവ്സ് നമ്മൾ കൊണ്ടുവരാൻ, നമുക്ക് അവിടേക്ക് എത്തണം, ഇന്ന സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും എന്ന് ഈ ഒരു 4 ഫൗണ്ടേഷൻ മേഖലയിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ അങ്ങനെ കടന്നുപോയി. സ്വയം ക്രിയേഷൻ നടത്തി എന്ത് അധ്യാപകനാവുക എന്ന് പറയുന്നൊരു വലിയ ലക്ഷ്യം മനസ്സിൽ വന്നപ്പോഴ് അവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക, ക്ലാസ് എടുക്കുക എന്ന് പറയുന്നതാണല്ലോ അധ്യാപക ജോലിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് ഓപ്പർച്യൂണിറ്റീസിന് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ക്ലാസ് റൂമിൽ അധ്യാപകർ വിളിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ ശ്രമം നടത്തി. അത് ഒരു പക്ഷേ പരാജയം ഉണ്ടാവാം. കുഞ്ഞുനാളിലാവുന്നേരം നമുക്ക് വായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുട്ടുംകാല് വറച്ചെന്ന് വരാം. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. എംപവർ ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ എപ്പോഴും എംപവർ ചെയ്ത് നമ്മൾ ആ ക്രിറ്റിക്കൽ തിങ്കിങ്ങിലൂടെ കൊണ്ടുവന്ന് നമ്മൾ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ നമ്മൾ ഒരു കരിയർ ബൂസ്റ്റ് ചെയ്ത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രമമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായി തീരാൻ നിങ്ങളുടെ ശ്രമം, നിങ്ങളുടെ ചിന്തയെ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമം ആണ് ആദ്യം തന്നെ നിങ്ങൾ നടത്തേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ ഫസ്റ്റ് തന്നെ പറഞ്ഞ ഈ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മുടെ ഈ കാശ്മീരിലെ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പഞ്ചാബിലെ കുട്ടികളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ സ്കിൽ, ഈ 2 സ്കില്ലിനെ നമ്മുടെ കുട്ടികളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടെ അതാണ്. അങ്ങനെ വരുമ്പോഴ് നമ്മുടെ ഇടക്ക് ഇങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴ് അല്ല എത്താൻ ശ്രമിക്കുമ്പോഴ് നമ്മൾ അവിടെ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവാം. അവിടെ ഗ്രോത്തിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഗ്രോത്തിനെ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴെങ്ങനെ നമ്മുടെ വളർച്ച എവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഗ്രോത്ത് ഇവാലുവേഷനിൽ ഇപ്പം മുതിർന്ന ആളുകൾ, ഇപ്പം മുതിർന്ന കുട്ടികൾ ഇതിലുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. PG കഴിഞ്ഞിട്ട് നെറ്റ് എക്സാം എഴുതും. നെറ്റ് എക്സാം എഴുതുന്ന സമയത്ത് പലർക്കും നെറ്റ് എക്സാം കിട്ടൂല, നെറ്റ് കിട്ടൂല. ചില ആളുകൾക്ക് നെറ്റ് കിട്ടും. അത് 2-3 തവണ നെറ്റ് കിട്ടുമ്പോഴാണ് അവർക്ക് JRF എന്ന് പറയുന്ന അതിന്റെ മുകളിലെ എത്താൻ സാധിക്കുക. അപ്പൊ JRF കിട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി നെറ്റ് 3-4 തവണ കിട്ടിയ ആളായിരിക്കും. അപ്പൊ നെറ്റ് കിട്ടിയ ആൾക്ക് JRF കിട്ടാതിരിക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഗ്രോത്തിനെ നോക്കും. എനിക്ക് എന്തുകൊണ്ട് കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം. അവിടെയാണ് ഗ്രോത്ത് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുക. ആ ഗ്രോത്ത് ഇവാലുവേഷൻ നമ്മിലേക്ക് നടത്താൻ സാധിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നതാണ് കരുതുന്നത്, കാരണം ഓഡിയൻസ് എങ്ങനത്തെ ആളുകളാണെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ശരി, ഗ്രോത്ത് ഇവാലുവേഷൻ നമ്മുടെ എബിലിറ്റിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എനിക്ക് എന്ത് സാധിക്കും, എനിക്ക് നിങ്ങളുടെ മുന്നിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ സാധിക്കും, എനിക്ക് നിങ്ങളുടെ മുന്നിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, എനിക്ക് നിങ്ങളുടെ മുന്നിൽ എങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഉള്ള പെർഫോമൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇവാലുവേഷനാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഗ്രോത്ത് ഇവാലുവേഷൻ ആണ്. ആ ഗ്രോത്ത് ഇവാലുവേഷനിലേക്ക് എന്തുണ്ടായിരിക്കണം, സോഷ്യൽ നെറ്റ്വർക്കിനെ ഡിസൈൻ ചെയ്യണം. സോഷ്യൽ നെറ്റ്വർക്ക് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് സോഷ്യൽ നെറ്റ്വർക്ക്,
നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് ആ ഒരു ചുറ്റുഭാഗത്തുള്ള സർക്കിൾ മാത്രം പോരാ. ആ കുട്ടി തൊട്ടടുത്ത ഗ്രാമത്തിലെ കുട്ടികളായിട്ട് അറിഞ്ഞിരിക്കണം, അതിന്റെ തൊട്ടപ്പുറത്തുള്ള ജില്ലയിലെ കുട്ടികളായി അറിഞ്ഞിരിക്കണം, സ്റ്റേറ്റിലെ കുട്ടികളായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വിവിധ നാഷണലിലുള്ള കുട്ടികളെ ആയിട്ട് അറിഞ്ഞിരിക്കണം, നാഷണലിന്റെ ഉള്ളിലും നാഷണലിന്റെ ഇന്റർനാഷണലിലും ആയിട്ട് അറിഞ്ഞിരിക്കണം. ഞാനിത് പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ഒരു എഞ്ചിനീയറിംഗ് മേഖല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ആ സോഷ്യൽ നെറ്റ്വർക്കിനെ നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ഇന്റഗ്രേഷൻ പ്രോഗ്രാമിൽ വിവിധ സ്റ്റേറ്റിലും വിവിധ നാഷണലിലുള്ള ആളുകൾ തമ്മിലുള്ള ഡിസ്കഷൻ ഉണ്ടാവും എല്ലാ ദിവസവും, അല്ല ഇടയ്ക്ക് ഉണ്ടായിരിക്കും. ഈ ചർച്ചയിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അത് വിവിധ രീതിയിലായിരിക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, അല്ലെ ലാംഗ്വേജ് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെ വിവിധ, ഞാനത് അധികം വിശദീകരിക്കുന്നില്ല, ഞാൻ ആ പോയിന്റിലൂടെ മാത്രം കിടക്കുകയാണ്. സോഷ്യൽ നെറ്റ്വർക്ക് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം. അങ്ങനെ കടന്നു പോകാൻ എന്ത് വേണം? എല്ലാവർക്കും സമയം എന്ന് പറയുന്ന ഒരു സംഭവം. എനിക്കും 24 ആണ്, നിങ്ങൾക്കും 24 ആണ്, ഓരോരുത്തർക്കും 24 hours ആണ് ഉള്ളത്. അതിനെ നമ്മൾ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന പോലെ അതിനെ മാനേജ് ചെയ്യാൻ കഴിയണം. നമ്മൾ കുറഞ്ഞ ഏജ് കൊണ്ട് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും? എങ്ങനെയൊക്കെ നമുക്ക് ജോലി ചെയ്യുന്നവരെ ജോലിക്ക് എത്ര വേണം, അല്ലാതെ പേഴ്സണൽ കാര്യങ്ങൾക്ക് എത്ര വേണം, അതിനെ മാനേജ് ചെയ്യാൻ. ഇപ്പോൾ അടുത്തിടെ പിന്നെ മരിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ MT, അദ്ദേഹം വായിച്ച പുസ്തകങ്ങളുടെ എണ്ണമോ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുടെ എണ്ണമൊക്കെ എടുക്കുമ്പോൾ ധാരാളമില്ലേ? നമ്മൾ പലപ്പോഴും ആലോചിക്കും, അല്ലെങ്കിൽ MTയുടെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ന്യൂസുകൾ കളക്ട് ചെയ്യുമ്പോൾ ഒരു സാധാരണക്കാരൻ പേടിച്ചു പോകും. കാരണം ഇത്രയും ആ സാറ് വായിച്ചു എഴുതി ഇത്രയും സൊസൈറ്റിയിലെ ലിറ്ററേച്ചറിൽ സംഭാവന ചെയ്തു എന്ന് പറയുമ്പോൾ ഭയങ്കര അതിശയോക്തി ഉണ്ടാവും. നമുക്കും ഇല്ലേ? നമ്മളൊരു പുസ്തകം വായിച്ച് നമ്മൾ തീരുവോ? നമ്മളൊരു പുസ്തകം എത്ര ദിവസങ്ങൾ കൊണ്ടാണ് വായിച്ച് തീർക്കുന്നത്? നമ്മൾ പിന്നെ ഒരു ഫിലിം ചിലപ്പോൾ നമുക്ക് ഇപ്പം ഏതെങ്കിലും പ്രധാനപ്പെട്ട ഫിലിം എന്ന് പറയപ്പെടുന്ന ചിലപ്പോൾ അവാർഡ് ഫിലിമുകളൊക്കെ ഉണ്ടാവും, നമ്മൾ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. അപ്പൊ അവിടെയാണ് സമയത്തെ മാനേജ് ചെയ്യാൻ അറിയാം. എല്ലാവർക്കും സമയം, ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന, കുട്ടികളൊക്കെ പറയുന്ന ഒരു കാര്യമായിരുന്നു APJ അബ്ദുൽ കലാമിന്റെ അദ്ദേഹത്തിന്റെ സമയത്തെ കുറിച്ചൊക്കെ പറയായിരുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹം ടൈമിനെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവിടെയാണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക്, അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് എത്തണമെങ്കിൽ ശരിക്കും എന്തുണ്ടായിരിക്കണം? കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. ടൈം മാനേജ്മെന്റിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം, ഒരു ക്ലോക്ക് നമുക്കുണ്ടായിരിക്കണം. അവിടെയൊക്കെയാണ് ശരിക്ക് ഞാൻ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ, ഇപ്പൊ യൂണിവേഴ്സിറ്റി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടെ. ഈ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ചില പുറത്തുനിന്നുള്ള കുട്ടികൾ, ഇന്ത്യൻ കുട്ടികളല്ല, പുറത്തുനിന്നുള്ള കുട്ടികൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് കാട് കയറി സംസാരിച്ചാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയാം? അവര് സബ്ജക്റ്റ് ഓറിയന്റഡ് ആയി സംസാരിക്കാൻ ഇങ്ങോട്ട് പറയും. ഒരിക്കൽ ചോദിച്ചു, അതെന്താ അങ്ങനെ സബ്ജക്റ്റ് ഓറിയന്റഡ് ആയ? അപ്പൊ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ മറുപടി പറയുകയും ഞാൻ മറുപടി പറയുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടണം, അതായത് അവർക്ക് കിട്ടണം. അവിടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ എയിംലെസ് ആയിട്ട് നമ്മൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടാവാം. അവിടെ നമുക്കൊരു ഇന്റൻഷൻ കൂടി ഉണ്ടാവില്ല. എന്താണ് അയാളിൽ നിന്ന് സംസാരിക്കേണ്ടത്, എന്താണ് ഞാൻ അയാളിലേക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇന്റൻഷൻ കൂടി ഇല്ലാതെ നമ്മളിങ്ങനെ കാടുകേറി സംസാരിച്ചിട്ടുണ്ടാവും, ഒരു കാര്യം ഉണ്ടാവില്ല.
അവിടെയൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, ശരിക്കും ഒരു 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 കാൽക്കുലേഷൻ ഉണ്ടാവുമ്പോഴേ ടൈം മാനേജ്മെന്റ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ്. അങ്ങനെ ഇംപ്രൂവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സക്സസ് ആയിരിക്കും. ഒരുപാട് ഇപ്പൊ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാനത് ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുന്നില്ല, നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഓരോ ആളുകളുടെ വിജയിച്ചതും കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടേക്ക് എത്തുമ്പോഴ് അങ്ങനെ അവിടേക്ക് എത്തുമ്പോഴ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട, ഞാൻ ഇപ്പോഴും പറയുന്നത്, ഒന്നുകൂടി പറയുന്നത്, നമ്മൾ വിജയിക്കുന്നതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മിൽ വരേണ്ട, അല്ലെങ്കിൽ നമ്മൾ വരുത്തേണ്ട, ബോധപൂർവം വരുത്തേണ്ട ചേഞ്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചേഞ്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയപ്പെട്ട കാൽക്കുലേഷനും. നമ്മൾ ഏതോ കാലത്ത് 60 വയസ്സ് കഴിഞ്ഞിട്ട് ഇന്നടത്ത് എത്തണം എന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കുക? നമുക്ക് ഓരോരോ ഏജിലും അല്ലെങ്കിൽ ഓരോരോ സമയത്തും ഇന്നടത്തേക്ക് എത്തണം എന്ന പ്ലാനിങ്ങിനെ, കാൽക്കുലേഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുക. അതിനെന്തുണ്ടായിരിക്കണം? പാഷൻ ക്രിയേറ്റ് ചെയ്യണം. പാഷൻ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ പാഷൻ എന്താണോ എന്നത് ക്രിയേഷൻ നമ്മൾ നടത്താണ്. കുറെ ചില കുട്ടികളെ നമുക്ക് കാണാം, ഈ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് 2 വർഷം പോകും, നിർത്തിയിട്ടുണ്ടാവും. പിന്നെ കമ്പ്യൂട്ടർ കോഴ്സിന് പോയിട്ടുണ്ടാവും, അത് നിർത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ITI പോയിട്ടുണ്ടാവും, അത് പാതി വഴിച്ച് നിർത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബിസിനസ് മാർക്കറ്റിംഗ് കോഴ്സിന് പോയിട്ടുണ്ടാവും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കോഴ്സുകളെ എന്തുണ്ടായിട്ടുണ്ടാവും, പകുതി എടുത്തിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടാവും. അതെന്തുകൊണ്ട്? പാഷനെ നമ്മൾ അറിയില്ല. നമ്മുടെ പാഷൻ എന്താണ്? ഞാൻ തിരിച്ചറിഞ്ഞു, എൻ്റെ പാഷൻ, എൻ്റെ ഏരിയ എഡ്യൂക്കേഷൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എഡ്യൂക്കേഷനിലേക്ക് എന്തുണ്ടായി, നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഈ എഡ്യൂക്കേഷനിലൂടെ കടന്നപ്പോഴാണ് സക്സസ് എന്ന് പറയുന്നിടത്തേക്ക് എനിക്ക് എത്താൻ കഴിയാതെ ബോധ്യം എനിക്കുണ്ടായി. ഇതൊരു പക്ഷേ വേറൊരാൾക്ക് വേറൊരു കാര്യത്തിൽ, ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉണ്ടായിരിക്കുക വേറെ എന്തെങ്കിലും ടെക്നിക്കൽ കഴിവിലായിരിക്കും, മറ്റുള്ള ആൾക്ക് വേറെ പൊളിറ്റിക്സിലായിരിക്കും. അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോരോ എബിലിറ്റീസ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ പാഷനെ, ഇപ്പൊ നമ്മുടെ പിന്നെ കുട്ടികള്, ഗ്രൂപ്പിലുള്ള കുട്ടികളാണെങ്കിൽ ആ കുട്ടികളിൽ അവരുടെ പാഷൻ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നിടത്തേക്കാണ് നമ്മുടെ ഒരു 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 പാഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനെന്തുണ്ടായിരിക്കണം? ആ പാഷൻ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിലേക്ക്, ഗോളിലേക്ക്, വലിയൊരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. സെറ്റ് ഗോൾ എന്ന് പറയാം. നമുക്ക് സെറ്റ് ഗോൾ സെറ്റ് ചെയ്യണം. എന്ത്, ഞാനൊരു അധ്യാപകൻ, അല്ലെ നീ ഒരു അധ്യാപകനാണ് ആവുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ഗോളിന് എന്തുണ്ട്? ഗോളിനെ നമുക്ക് തരംതിരിക്കേണ്ടതുണ്ട്. ഏത് അധ്യാപകൻ? LP സ്കൂൾ അധ്യാപകനാണോ? ഹൈസ്കൂൾ അധ്യാപകനാണോ? ഹയർ സെക്കൻഡറി അധ്യാപകനാണോ? കോളേജിലെ ലെക്ചറർ ആണോ? അങ്ങനെ നമ്മൾ ആ ലക്ഷ്യത്തെ, ഗോളിനെ വളരെ എന്തുണ്ടായിരിക്കണം, നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് സ്പെസിഫിക് ഗോളിലേക്കുള്ള എയിം എന്ന് പറയുന്ന ഒരു 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 സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ കാണും. അപ്പൊ അതിന് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും നാം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യണം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ MGM എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി പരസ്പരം സഹകരിച്ചു കൊണ്ടുള്ള പോസിറ്റീവ് തോട്ടിനെ ഉൽപ്പാദിപ്പിക്കുകയും ആ പോസിറ്റീവ് തോട്ടിനെ ഡിസ്കഷൻ നടത്തുകയും ആ പോസിറ്റീവ് തോട്ടിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി എന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ നമുക്കൊരു കമ്മ്യൂണിറ്റിയെ, അതായത് ഞാനൊരു അധ്യാപകനാണെങ്കിൽ ഞാനൊരു അധ്യാപക കമ്മ്യൂണിറ്റിയിലൂടെ കടന്ന് ഒരു ക്രിയേഷൻ നടത്തുക. അപ്പൊ എനിക്ക് എന്തുണ്ടാവും? എനിക്ക് സഹകരിക്കാൻ കഴിയും, എന്നെ സഹകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടാവും. ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ആയിട്ടുള്ള ഒരു 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 ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ക്രിയേഷൻ. ഇപ്പം വിദ്യാഭ്യാസം, ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെന്തുണ്ടാക്കണം? അവർ സ്വാഭാവികമായിട്ട് ആ പഠനത്തിൽ തൽപരരായിട്ടുള്ള കുട്ടികൾ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയെ അവരുണ്ടാക്കുമ്പോൾ അവരിൽ എന്തുണ്ടാവും? ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തുണ്ടാവുക? സക്സസിലേക്ക് എത്തുക. സക്സസിലേക്ക് എത്തുന്നതിന് മുമ്പേ സ്മോൾ
സക്സസ്സുകൾ ഉണ്ടായിരിക്കും, ചെറിയ ചെറിയ സക്സസ് ഉണ്ടായിരിക്കും. അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ, വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ചെറിയ ചെറിയ സെലിബ്രേഷൻസുകൾ നടത്താനും. അങ്ങനെ നമ്മൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞെടുത്തുനിന്ന് നമ്മൾ ഉണ്ടാക്കിയ ഓപ്പർച്യൂണിറ്റീസിനെ, അല്ലെങ്കിൽ സ്വന്തമായി ഉണ്ടാക്കാൻ ശ്രമിച്ച ഓപ്പർച്യൂണിറ്റീസിലൂടെ നമ്മൾ ഈ പറഞ്ഞ മേഖലയിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്ത് നമുക്കുണ്ടാക്കിയ ഒരു ആത്യന്തികമായിട്ടുണ്ടാക്കിയ ഒരു ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ടിനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ റിസൾട്ടിനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുക. അങ്ങനെ വിജയിക്കുന്ന ആളുകളാവാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ വിജയിക്കുന്ന ആളുകളാവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വിജയിക്കുന്ന ആളുകളാവാൻ നമ്മുടെ സൊസൈറ്റിയിലുള്ളവർക്ക് സാധിക്കണം. അങ്ങനെ വിജയിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു ലോകമാക്കാൻ നമ്മൾ ബോധപൂർവം നമ്മൾ ശ്രമം നടത്തുമ്പോഴാണ് നമ്മൾ വിജയിക്കുക. അല്ലാതെ നമ്മൾ കുറെ ഞാൻ വിജയിക്കണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ഇന്ന മേഖലയിൽ എത്തണം എന്നൊക്കെ ചിന്തകൾ മാത്രമുണ്ടായിട്ട് ഇന്ന് വരെ ആരും വിജയിച്ചിട്ടില്ല. ആ ചിന്തകളിലൂടെ കടന്ന് വിവിധ പ്രോസസ്സ്, ഞാൻ കടന്നു വന്ന പ്രോസസ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്തത്. ഞാൻ വേറെ എവിടെയും ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയിക്കൊണ്ട് സംസാരിച്ച കാര്യമല്ല. ഞാൻ കടന്നു വന്ന ഏരിയയിലൂടെ എനിക്ക് മനസ്സിലായ ചില മേഖലകളാണ്. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ആ ഒരു മേഖലകളെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ എയിമിനെ, ഞാൻ എപ്പോഴും പറയുന്നത്, സാധാരണ ആളുകൾ പറയുന്നത് ഓപ്പർച്യൂണിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് ലാസ്റ്റ് ആയിരിക്കും പറയുന്നത്. പക്ഷെ ഓപ്പർച്യൂണിറ്റീസിനെ ഫസ്റ്റ് ക്രിയേഷൻ നടത്താൻ ശ്രമം നടക്കണം. അതായത് എനിക്ക് സാധിക്കും, എനിക്ക് കഴിയും, എനിക്ക് ശ്രമം നടത്തി നോക്കാം. ഞാനൊരു അധ്യാപകനാണെങ്കിൽ എനിക്ക് ആ അധ്യാപക മേഖലയിൽ ക്ലാസ് എടുക്കാൻ വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ എന്തായിരിക്കും, ട്യൂഷൻ സെന്റർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, 4 ആൾക്ക് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 10 ആൾ കൂടി നിൽക്കുന്നിടത്ത് ഞാനൊരു ചെറിയ ടോപ്പിക്കിന്റെ പ്രസന്റേഷൻ ആയിരിക്കും. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് പറഞ്ഞ സ്മോൾ തിങ്സിന്റെ സെലിബ്രേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അങ്ങനെ സെലിബ്രേഷനിലൂടെ നമുക്ക് വലിയ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്നതാണ്. അങ്ങനെ എത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറയാണ്. കൂടുതൽ അധികം ഒന്നും സംസാരിക്കുന്നില്ല. എന്നിരുന്നാലും ഡിസ്കഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഡിസ്കഷൻ നടത്താം, ഇല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കാണാം എന്ന് മാത്രമാണ് പറയുന്നത്. എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ തണുപ്പ് പെട്ടെന്ന് വന്ന തണുപ്പ് കൊണ്ടുള്ള ചെറിയൊരു പ്രയാസം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആണ് ഈ നെറ്റിന്റെ ഒക്കെ ഇഷ്യൂസ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ശരി, എനിക്ക് ചില പഠനങ്ങൾ, അതായത് ഇപ്പൊ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ അപ്പം നിലവിലുള്ളത്. ഇവിടെ എനിക്ക് മനസ്സിലായത്, കേരളത്തിൽ നിന്ന് പിന്നെ ഈ വർഷം 2 അധ്യാപകരെ തെരഞ്ഞെടുത്തത് ഇന്റഗ്രേഷൻ പ്രോഗ്രാമിൽ. ഒന്ന് ഞാനും ഒന്ന് കണ്ണൂരുള്ള ഒരു ടീച്ചറാണ്. കണ്ണൂരുള്ള ടീച്ചർ മൈസൂർ സെന്ററിലാണുള്ളത്, ഞാൻ ഇവിടെ പഞ്ചാബ് സെന്ററിലാണുള്ളത്. അപ്പൊ എനിക്ക് ഇവിടുന്ന് മനസ്സിലായത് എന്ന് വെച്ചാൽ, ഒത്തിരി ആളുകൾ പുറത്തൊക്കെ ഉള്ള വിവിധ സ്റ്റേറ്റിലും വിവിധ നാഷണലിലും ഒക്കെ ഉള്ള ആളുകൾ മാക്സിമം, ഇന്നലെ ഞാൻ പരിചയപ്പെട്ട ഒരാള് 55 years ഓൾഡ് ഉള്ള ആളാണ്. അയാൾ ഇവിടെ റിസർച്ച് ചെയ്യാണ്, ആഫ്രിക്കനാണ്, ഫാമിലിയൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം ഒരുപാട് കാലം ജോലി ചെയ്ത് അവിടെ ഇപ്പൊ ബ്രേക്ക് എടുത്തിട്ട് അദ്ദേഹം ഇവിടെ PhDക്ക് വേണ്ടി വന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു PhD എടുക്കേണ്ട യാതൊരു ആവശ്യവും ഇപ്പൊ നിലവിലില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പാഷനാണ്. അദ്ദേഹം ഡെഡിക്കേഷൻ ചെയ്യുന്ന, അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് ഈ വായനയും ലൈബ്രറിയും ഒക്കെ യൂസ് ചെയ്യുന്നത് കാണുന്നതിൽ. അത് അങ്ങനെ നമ്മൾ ശ്രമം നടത്തിയാൽ സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ അടുത്തേക്ക് എത്തും എന്നത് 100% ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇവിടെ നിങ്ങളുടെ എന്നെ ക്ഷണിച്ചതിലും കാര്യങ്ങൾ. ഇനി വേറെ ഏതെങ്കിലും ഏരിയ പറയണമെങ്കിൽ, ഞാനിപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ വിജയിക്കാൻ ശ്രമിച്ച വഴികളെ നിങ്ങൾക്കൊന്ന് സയന്റിഫിക് ആയി പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കഷൻ നടത്താം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ കിട്ടി. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, കേരളത്തിൽ നിന്ന് 2 ആളുകളെ സെലക്ട് ചെയ്തതിൽ അതൊന്ന് സാറെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റ്സ്. ആൻഡ് ദെൻ സാറോട് ചോദിക്കാനൊരു സംഗതി, ഞാൻ ഒരു തവണ സാർ ഒന്ന് കണ്ട സമയത്ത് സാർ ഇങ്ങനെ മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
സി മെജോറിറ്റി ആളുകൾക്കും ആവശ്യമുള്ള ഒരു സംഗതിയാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. അത് എഡ്യൂക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനായാലും, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്മാൻ ആയാലും, ഫാമിലി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാരൻസിനായാലും, എല്ലാവർക്കും ഒരേപോലെ നീടുള്ള ഒരു സംഗതിയാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു സാർ അതിൽ നല്ല പോലെ പഠനങ്ങളും റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? അവിടെയാണ് വാട്ട് ഈസ് എ മൈൻഡ്ഫുൾനെസ് എന്നതാണ്. ആർക്കും അറിയില്ല മൈൻഡ്ഫുൾനെസ് എന്താണ്. അവിടെയാണ് ഏറ്റവും വലിയ ഒരു ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു സംഭവം. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് ആർക്കും അറിയില്ല. പലരും മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കേൾക്കുക എന്നുള്ളതാണ്. ആക്ച്വലി എന്താന്ന് വെച്ചാല് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സയന്റിഫിക് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഗ്രൂപ്പിലുള്ളവർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ പറയാണ്, പരമാവധി ഞാനത് ഇതാക്കാൻ ശ്രമിക്കാം, വളരെ ഈസി ആക്കാൻ ശ്രമിക്കാം. നിച്നാത്ത് എന്ന് പറയുന്ന മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു ഇന്നത്തെ അല്ലെങ്കിൽ ഈ പുതിയ മോഡേൺ കാലത്തെ മൈൻഡ്ഫുൾനെസ്സിന്റെ ഫാദർ എന്ന് നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഫാദറായിട്ട് ഗണിക്കപ്പെടുന്ന ആളാണ് നിച്നാത്ത് എന്ന് പറയുന്നത്. ഒരു ബുദ്ധിസ്റ്റ് മോങ്കാണ്, ബുദ്ധിസ്റ്റ് സന്യാസിയാണ് അദ്ദേഹം. ഇന്ത്യയിലാണ് കേട്ടോ. അദ്ദേഹം 96 ഏജില് ഒരു വർഷം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന് ഒരുപാട് മൈൻഡ്ഫുൾനെസ് ബുക്സുകളുണ്ട്. ഇവിടെ എന്താ അദ്ദേഹത്തിന്റെ തിയറി എടുത്ത് പരിശോധിക്കുമ്പോഴേ നമുക്ക് കാണുന്നത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് എ സ്റ്റേജ്, ദ പ്രസന്റ്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റേജിലെ പൂർണ്ണമായിട്ട് പ്രസന്റ് ആയിരിക്കുക എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോ നിങ്ങളുടെ ഇടയിൽ ഡിസ്കഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഈ ഡിസ്കഷൻ കേൾക്കുന്ന കുട്ടികളുണ്ടാവും. അവര് ഞാൻ പറയുന്നതിന് ശതമാനം എടുത്ത് നോക്കുമ്പോൾ പലരും 10 ആളാണ് കേൾക്കുന്നതെങ്കിൽ 10 ആൾക്ക് 10% ഉണ്ടാവുക. 10 ആൾ 10 വിവിധ ശതമാനത്തിലായിരിക്കും ഉണ്ടാവുക, പെർസെൻറ്റേജ്. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾ 90% എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും, ചില ആളുകൾ 10% ആയിരിക്കും, ചില ആളുകൾ 30% ആയിരിക്കും. വ്യത്യസ്തമായ പെർസെൻറ്റേജുകളായിരിക്കും ആളുകൾക്ക് ഉണ്ടായിരിക്കുക. ഇവിടെ ഇന്ന് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എടുത്തൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ 90% അല്ലെ 100% ഒരു വിഷയത്തിലേക്ക് പൂർണ്ണമായിട്ടും മൈൻഡിനെ പ്രസന്റ് ആക്കി വെക്കുന്നില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പല വിഷയങ്ങളും വരുന്നത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 100% വിദ്യാർത്ഥി ആ കാര്യത്തിൽ പ്രസന്റ് അല്ല, മൈൻഡ് സ്റ്റേബിൾ അല്ല, അവിടെ മൈൻഡ് ഫുൾ ആവുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അതെങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം? മൈൻഡ്ഫുൾനെസ്സിൽ ഇപ്പൊ റിസർച്ച് ലോകത്ത് ഒരുപാട് നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് മൈൻഡ്ഫുൾനെസ്സിൽ റിസർച്ച് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏകദേശം ഇപ്പം നാട്ടിലില്ലാത്തതുകൊണ്ട് ഒരു 6 മാസം കൊണ്ട് സബ്മിറ്റ് ചെയ്യും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. നാട്ടിൽ വെക്കും. ഏകദേശം ഞാൻ കുറച്ച് ട്രെയിനിങ്ങുകളൊക്കെ പിന്നെ സ്വന്തമായിട്ടും അല്ലാതെയും കണ്ടെത്തി ഒരുപാട് ട്രെയിനിങ്സുകളുണ്ട് നിലവിൽ. മൈൻഡ്ഫുൾനെസ് എൻ്റെ ടോപ്പിക് തന്നെ മൈൻഡ്ഫുൾനെസ് ഓൺ മെന്റൽ ഹെൽത്ത് ഓഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന എഫക്റ്റീവ്നെസ് പരിശോധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഏകാഗ്രത ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. അതിലേക്ക് എത്തുക. ഇപ്പൊ നിച്നാത്തിനെ എടുത്തിട്ട് വായിക്കണം. എന്തായിരുന്നാലും നിച്നാത്തിനെ എടുത്ത് വായിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് നമുക്ക് ഇന്നത്തെ കാലത്തെ മൈൻഡ്ഫുൾനെസ്സിന്റെ തിയറീസിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കാം. അപ്പൊ ആ ഒരു തരത്തിലേക്ക് കഴിയണം. ഒത്തിരി കാര്യങ്ങൾ മൈൻഡ്ഫുൾനെസ്സുമായി ബന്ധപ്പെട്ട് പറയാൻ ഉണ്ട്, പക്ഷെ അത് പിന്നീടോ അല്ല ആവശ്യത്തിനോ അനുസരിച്ചോ പറയാന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാർ, ഞാൻ സാറോട് ഓൾറെഡി ആ ഒരു കാര്യം, അതായത് മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയിട്ടൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. കാരണം സാർ റിസർച്ച് ചെയ്യുന്നതായതുകൊണ്ട് അതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി സാർ എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇത് ചോദിക്കാൻ വിചാരിച്ചത്. ആൻഡ് ഓൾസോ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക എന്നുള്ളത് ഒരു ഗോൾ സെറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു. പക്ഷെ സാറ് അതാണ് എക്സാക്ട്ലി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ലൈഫിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് ലൈഫിൽ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് എക്സാക്ട് ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ സാറ് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സംഗതികൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് ഞാനൊരു ഒരൊറ്റ കാര്യം പറയട്ടെ. ഒരു അമേരിക്കൻ ലേഡി ഞാൻ പഠിച്ച സെന്ററിൽ യോഗ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഏജ് 66 ഏജ് ഓൾഡാണ് ആ സ്ത്രീയുടെ. അപ്പോൾ അവിടെ നിന്ന് സാറ് പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി എന്ന് പറയല്ലേ നമ്മള്,
എല്ലാം നോട്ട് ചെയ്ത് പൂർണ്ണമായിട്ട് എഴുതിയിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെ വ്യത്യസ്ത കളറിലുള്ള പേന കൊണ്ട് എന്ത് ചെയ്യാണ്, അണ്ടർലൈൻ വരച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വളരെ വൃത്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ കൺസെപ്റ്റ് ഇപ്പം ആ യോഗയിലെ ആ പോസ്റ്റർ എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപം പോരെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ എല്ലാം നോട്ട് ചെയ്ത് എഴുതുന്നത്? എന്താണ് നിങ്ങൾ പരീക്ഷ എങ്ങാനും എഴുതുന്നുണ്ടോ എന്നാ ചോദിച്ചു. പരീക്ഷ ഒന്നും എഴുതുന്നില്ല, പരീക്ഷ എങ്ങാനും എഴുതിയിട്ട് ജയിക്കാൻ എങ്ങാനും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്നോട് ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം, ആ ലേഡി പറഞ്ഞൊരു കാര്യം, നമ്മള് പലപ്പോഴും നിങ്ങള് ഇന്ത്യൻസ് ചെയ്യാത്ത ചില കാര്യങ്ങൾ ഉണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരു വിഷയത്തിൽ എന്താണോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിൽ പൂർണ്ണമായും അതിൽ ആയിത്തീരുക എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ മൈൻഡ്ഫുൾനെസ്, ആയിത്തീരുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് ആ ലേഡി ചെയ്യുന്നത്. വിജയിച്ച ആളുകൾ മുഴുവനും അതാണ് ചെയ്യുന്നത്. നോക്കിയേ, വിജയിച്ച ആള് പൂർണ്ണമായിട്ടും ഏതാണോ അവരുടെ ഏരിയ അതിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അവിടെ അവിടെ അത് ആ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു തലം വിജയിച്ച ആളുകൾ മുഴുവനും, ഇപ്പം ചെസ് കളിക്കുന്ന, ഇപ്പം അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്ന ആ കുട്ടി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല എന്ന്. ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു അമ്പെയ്ത്തിൽ വിജയിച്ച ഒരു യുവാവിനോട് ഇന്റർവ്യൂ നടത്തിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല കുറേ കാര്യം അറിയില്ല എന്ന് പറഞ്ഞു. ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ എന്തായിരുന്നു? സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചോദിച്ചത്. പക്ഷെ അതൊന്നും കുട്ടിക്ക് അറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ലാസ്റ്റ് ചോദിച്ചു, എന്താ നിങ്ങൾ ഇതൊന്നും അറിയാതിരുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ട് സോഷ്യൽ മീഡിയയും വാർത്തകളും ന്യൂസ് പേപ്പറും എല്ലാം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ പൂർണ്ണമായിട്ട് അമ്പെയ്ത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമുക്ക് ഈ ലേഡി ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ടാണ് സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായി എത്തുന്നത്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഡ്രൈവർ എന്താ ചെയ്യുന്നത്? വണ്ടി ഓടിക്കുന്നുണ്ട്, മൊബൈല് ഇതാക്കുന്നുണ്ട്, നാട്ടിലെ പുറത്തുള്ള ആളുകളെ തെറി വിളിക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് ആ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൈൻഡ്ഫുൾനെസ്സിലല്ല എങ്കിൽ എത്ര ആളുടെ ജീവിതം, 50-60 ആളുടെ ലൈഫാണ് ഈ സ്റ്റയറിങ്ങിന്റെ മുകളിലുള്ളത് എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അവിടെയാണ് വലിയ ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും ശരി, നിങ്ങൾ മൈൻഡ്ഫുൾനെസ് ഏരിയയിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണകരമാണ്. എല്ലാവിധ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സാറ് പറഞ്ഞതിൽ ഞാൻ 1-2 കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റിൽ കുറച്ച് സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിലാർക്കെങ്കിലും മിസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഭയങ്കര ഉള്ളിൽ നിന്നൊരു കത്തെന്നൊക്കെ പറയുക, നമ്മൾ അങ്ങനെ കത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും വന്നതാണ്. സാറ് ഇവിടെ ഡിസ്കസ് ചെയ്ത സംഗതി എന്താന്ന് വെച്ചാൽ 20 വർഷം സാറ് പഠനം, ഓക്കെ, 20 വർഷത്തെ സാറ് പഠനം, അതുപോലെ തന്നെ 15 വർഷം സാറ് മക്കളെ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പൊ നോക്കിയേ, 35 വർഷം ടോട്ടലുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ നമ്മളോട് ഷെയർ ചെയ്തത്. 35 വർഷത്തിന്റെ ഒരു ആകെ തുകയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഇപ്പത്തെ നിങ്ങൾ ഏജുമായിട്ട് ഈ 35 വയസ്സും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, അത്രയും ഏജുള്ള ഒരാളെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മളൊരു 10-60 വയസ്സ് വരെ പോയിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ സാറ് പോയ പോലെ ഒരുപാട് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്നെ നല്ല പോലെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത് ആ കാശ്മീരിലെ സ്റ്റുഡൻസ് ആയിരുന്നു. നമ്മള് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഗതിയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. ആ സമയത്ത് അവര് കഴിഞ്ഞൊരു പാസ്റ്റിലൊരു 5 വർഷം 6 വർഷം 7 വർഷത്തോളായിട്ട് ഒരുപാട് ദുരന്തങ്ങളിലൂടെ പോകുന്നു. അവർക്ക് ഫ്ലഡ് വരുന്നുണ്ട്, ഒരുപാട് വാറ് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് പ്രതിസന്ധി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് കൂടി അവർ 5 ലാംഗ്വേജിൽ എന്താണ് നല്ല പോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാറ് പറഞ്ഞ ഭയങ്കര നമ്മളൊന്നിങ്ങനെ ഇരുത്തി ചിന്തിക്കൂല, അങ്ങനെ ചിന്തിപ്പിച്ചിട്ടൊരു സംഭവമാണ്. അവിടുത്തെ കുട്ടികൾ ഹിന്ദി സംസാരിക്കുന്നുണ്ട്, ഇവിടെ എത്ര ആളുകൾക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റും? ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ഈ നിലവിൽ നമ്മൾ ഈ ഒരു
കോൾ ടു ഡയമണ്ട് എന്നുള്ള പ്രോഗ്രാമിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് എത്ര പേർക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റും? സി, ഞാനും ഹിന്ദി പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ 10 അല്ലെങ്കിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഹിന്ദി എൻ്റെ ഒക്കെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഹിന്ദി നമ്മളൊക്കെ, ഞാനൊക്കെ കുറച്ചെങ്കിലും സംസാരിക്കാൻ പഠിച്ചത് ഹിന്ദി ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് അത് ആ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ സംസാരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്. പിന്നെ അവസാനം ചോദിച്ചൊരു സംഭവമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് മലയാളം 50 പേരുടെ മുന്നിൽ നിന്നുകൊണ്ട് കാല് അല്ലെങ്കിൽ കൈ വറക്കാതെ സംസാരിക്കാൻ പറ്റും? സി, അതൊരു നല്ലൊരു ചോദ്യം. അവസാനം സാറ് പറഞ്ഞ അമ്പെയ്ത്തുകാരനെ പോലെ നല്ലൊരു അമ്പ് എയ്തുകൊണ്ടാണ് സാർ ആ ചോദ്യം ചോദിച്ചത്. നിങ്ങൾക്ക് മലയാളം അറിയാവുന്ന അത് എക്സാക്ട്ലി അത് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സംഗതി, നിങ്ങൾ എത്ര എത്ര ആളുകളെ മുന്നിൽ എന്നിട്ട് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണം. ബട്ട് നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പോലും എന്തില്ല, ആ കഴിവ് ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങളിലൂടെ പോയി പോയി അത് മുന്നേറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് തന്നെ ഭയങ്കരമായിട്ട് ഒന്ന് എന്താ പറയാ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു ഏരിയ ആയിരുന്നു ആ ഒരു ഏരിയ. ദെൻ സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, പഞ്ചാബിലുള്ള സ്റ്റുഡൻസിന് സോഷ്യലി അവരെന്താണ് ഭയങ്കരമായിട്ട് ഫുൾ എല്ലാ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇപ്പം എല്ലാവർക്കും അറിയാം. നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് നോക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കയറിയാൽ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് 5 മിനിറ്റും 10 മിനിറ്റും 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് സാറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ സംസാരിച്ചിട്ട് എന്താകുന്നുണ്ട്, കാട് കയറി പോകുന്നുണ്ട്, നിങ്ങൾ സംസാരത്തിൽ എന്തെങ്കിലും ഒരു വാല്യൂബിൾ ആയിട്ടുള്ള സംഗതി എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അവരിങ്ങോട്ട് തിരിച്ചു പറയാണ്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ആലോചിക്കും, ഇപ്പൊ സോഷ്യൽ മീഡിയന്റെ ഒക്കെ പ്രത്യേകത നമ്മൾ കാണുന്ന ഓരോ റീൽസിലും ഓരോ ഇമോഷൻസ് ഉണ്ടാവും. ഓരോ റീൽസിലും ഓരോ ഇമോഷൻസ്, അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഇമോഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഏരിയ ഒന്ന് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് പറയുന്ന സാറ് പറഞ്ഞിട്ടുള്ള സമയം ഇല്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആ പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോഴത്തെ ഫോണിലൊക്കെ എല്ലാ ഫോണിലുള്ള ഫെസിലിറ്റിയാണ് എത്രത്തോളം സമയം നമ്മൾ ഫോണിൽ കളിക്കുന്നുണ്ട്, എത്രത്തോളം ടൈം നമ്മൾ സ്ക്രീൻ ടൈം ആയിട്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വീക്കും മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് നോക്കാൻ പറ്റും. സി, അതിലൊരു കുറഞ്ഞ സമയം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ പുതിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് സീക്ക് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. പുതിയൊരു ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട്, ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സി, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സാറ് പറഞ്ഞ പോലെ ജസ്റ്റ് അതൊന്ന് സീക്ക് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. പിന്നെ ഞാൻ ചിന്തിച്ച, അല്ലെങ്കിൽ ഞാൻ സെഷൻ എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ 60 വയസ്സിലും 50 വയസ്സിലും അല്ലെങ്കിൽ 54 വയസ്സിലും 70 വയസ്സിലും ഒക്കെ പുറത്ത് കൺട്രീസിലുള്ള ആളുകൾ ഇവിടെ വന്നിട്ടൊക്കെ ഒരുപാട് പുതിയ സംഗതികൾ പഠിക്കുന്നു. അപ്പൊ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യാൻ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളാണ് ആയിട്ടാണല്ലോ. ഇപ്പൊ നമ്മളെ എലോൺ മസ്ക് എലോൺ മസ്ക് ആൾക്ക് എന്തായാലും 19 വയസ്സിന്റെ മുകളിലുണ്ട്, 60 വയസ്സിന്റെ അടുത്ത് എങ്ങാനുണ്ട് തോന്നുന്നുണ്ട്. അപ്പോ എലോൺ മസ്കിന്റെ പ്രായത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എലോൺ മസ്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ചൊവ്വയെ ഒരു കോളനി ആക്കാൻ എങ്ങനെയാണ് പറ്റുക, ആള് ചിന്തിക്കുന്നത് ചൊവ്വയെ എങ്ങനെ നമുക്കൊരു കോളനി ആക്കാൻ പറ്റും എന്നാണ് എലോൺ മസ്ക് ചിന്തിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ 50 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സുള്ള ആളുകൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അവരുണ്ടാവും ഈ കടത്തിണ്ണയിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരുന്നുകൊണ്ട് ഒരുപാട് മറ്റുള്ള സംഗതികളായിരിക്കും മെജോറിറ്റി ആളുകളും ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, സി, ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരുന്ന സമയത്ത് നമ്മൾ റിജക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പം എലോൺ മസ്ക് പോലത്തെ ആളുകൾക്ക് കമ്പ്യൂട്ടർ എന്നുള്ള സംഗതി എത്തിയ ഉടനെ തന്നെ അവരതിന് 2 കൈയും നീട്ടി സ്വീകരിച്ചു, അവരതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവരതിൽ എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവരത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ കമ്പ്യൂട്ടർ വന്ന ഉടനെ തന്നെ അതിനെ റിജക്ട് ചെയ്യാണ് ചെയ്തത്. ഇപ്പൊ സി, ചാറ്റ് GPT, AI ഒരുപാട് കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ അതിലൊരു ഫുൾ എഫേർട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മളും മെല്ലെ മെല്ലെ ഇതിൽ നിന്ന് ഇങ്ങനെ, ഇപ്പൊ നമ്മൾ പറയാറില്ലേ നോക്കിയ എന്നുള്ള കമ്പനി പണ്ടത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ കമ്പനിയാണ്. പക്ഷെ ഇപ്പം എന്താണ്, നമുക്ക് എവിടെയും മാർക്കറ്റിൽ എവിടെയും അത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല, അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ആ പാഷൻ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് കണ്ടെത്താൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്ഡേറ്റ് ആയിട്ട് പോകുന്നുള്ളതാണ്. അതിന് അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് സാറ് പറഞ്ഞ ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അധിക പേരും ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യാറുള്ളത് ബാക്കിയുള്ള ആളുകളെയാണ്. അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അല്ലെങ്കിൽ അവരിങ്ങനെയാണ്, ആ സ്വഭാവം പോരാ. സി, നമ്മൾ ആ മറ്റുള്ള ആളുകളെ ക്രിട്ടിക്കൽ തിങ്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ വരുന്ന വഴി, നമ്മൾ പോണ വഴിയൊക്കെ നമുക്കൊന്ന് ക്രിട്ടിക്കലി തിങ്കിങ് ചെയ്യാൻ പറ്റും. ഈ ഇങ്ങനെയാണോ ക്രിട്ടിസൈസ് ചെയ്യണം, നമ്മളെ പോസിറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യണം കേട്ടോ.
ഇങ്ങനെ മതിയോ, ഇത് മതിയോ, അല്ലെങ്കിൽ ഇത് പോരെ, ഇന്ന മതിയോ, ഇന്ന സംഗതി എന്നൊക്കെ മതിയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തിട്ട്, നമ്മളെ തന്നെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യണം. സി, നമ്മളെ കുറ്റപ്പെടുത്താൻ മറ്റുള്ള ആളുകളെക്കാൾ നല്ലത് നമ്മൾ തന്നെയല്ലേ. കാരണം നമുക്കത് ഒരു ഫീലിങ്സും ഇല്ലാതെ നാച്ചുറൽ ആൻഡ് ന്യൂട്രൽ ആയിട്ട് നമ്മളെ കുറ്റങ്ങൾ കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ മാസ്റ്റർ ടോക്ക് സാർ, നമ്മൾ എല്ലാ സൺഡേസിലും ഫ്രീ ആയിട്ട് ഒരു മൈൻഡ്ഫുൾനെസ് സെഷൻ എന്നുള്ള രീതിയിൽ മാസ്റ്റർ ടോക്ക് എന്നുള്ളൊരു സെഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ അതിൽ കഴിഞ്ഞ കുറച്ച് ഡേയ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൂമി വിസ്ഡംസ് ആണ്. അതായത് റൂമിയുടെ ഒരുപാട് കോട്സ് കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തൊരു കോട്ടായിരുന്നു, വൂണ്ട് ഈസ് ദ പ്ലേസ് വേർ ലൈറ്റ് എൻറ്റേഴ്സ് യു. അതായത് നമ്മുടെ ഉള്ളിലേക്ക് നല്ല അറിവുകൾ എത്തുന്നത് എവിടെയായിരിക്കും? ഓക്കെ, നല്ല വെളിച്ചം എത്തുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന മുറിവുകളിലൂടെയാണ്. എന്തുണ്ടാവുക? നല്ല വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് എത്തുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു സംഗതി ഉണ്ടാവല് ചെറിയ ചെറിയ മുറിവുകളോടെ ആയിരിക്കും, നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, സാറിന് ഒരു ബാക്ക് പെയിൻ വന്നു. ഒരു ബാക്ക് പെയിൻ വന്നു, സാർ എന്ത് ചെയ്യാണ്, ഒരു യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടുന്ന് ഒരു MSc കിട്ടുകയാണ്. അവിടുന്ന് സാറിനൊരു ഒരു ഹയർ എഡ്യൂക്കേഷൻ അവിടുന്ന് കിട്ടുകയാണ്, നല്ലൊരു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സർവീസ് സാർക്ക് അവിടുന്ന് കിട്ടുകയാണ്, ആ ഒരു യോഗ സെന്ററിൽ വെച്ചിട്ട് കിട്ടുകയാണ്. അപ്പം ആക്ച്വലി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സാറിന് ആ ഒരു ബാക്ക് പെയിൻ വന്നതിന് പിന്നിലുള്ള ഒരു സീക്രട്ട് എന്താന്ന് വെച്ചാൽ ഒരുപാട് ആളുകളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്തും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, ഒരുപാട് പലതരത്തിലും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഈ സെഷനിൽ 10 ആളുകൾ ഉള്ളത്, അല്ലെങ്കിൽ 100 ആളുകൾ ഉണ്ടെങ്കിൽ 100 ആളുകൾക്ക് 100 തരത്തിലാണ് ഈ സെഷൻ കിട്ടുക. ചില ആളുകൾ ഫോണിൽ മറ്റുള്ള പരിപാടി കളിച്ചുകൊണ്ട് ഇതിൽ കേൾക്കുന്നുണ്ടാവും, ചില ആളുകൾ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇതിൽ കേൾക്കുന്നുണ്ടാവും, ചില ആളുകൾ പലതരത്തിലുള്ള കിടന്നുകൊണ്ട് കേൾക്കുന്നുണ്ടാവും, ഉറങ്ങിക്കൊണ്ട് കേൾക്കുന്നുണ്ടാവും, പല ടൈപ്പിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ, ആ ഒരു മൈൻഡ്ഫുൾനെസ് സ്റ്റേറ്റോട് കൂടിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമുക്കിപ്പോ വന്നിട്ടുള്ള പ്രശ്നം എന്ന് എന്ത് ചെയ്യും, നമുക്ക് എക്സാക്ട്ലി മനസ്സിലാവും. ആ ഒരു വൂണ്ടിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ്. അതായത് സാറിന് ആ ഒരു ബാക്ക് പെയിൻ വന്നതുകൊണ്ടാണ് സാർ അവിടെ യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതും, അവിടുന്ന് ആ ഒരു MSc കിട്ടിയതും, അതുപോലെ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ഒരുപാട് ആളുകൾക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞത്. ആൻഡ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ഒരു ചെറിയ ചെറിയ സെലിബ്രേഷൻ, ഇതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സംഗതികളാണ്. ഈ ഒരു സെലിബ്രേഷൻ പലരും സെലിബ്രേറ്റ് ചെയ്യാൻ കാത്തിക്കുന്നത് ഒരു ടൈം കഴിയാൻ, SLC കഴിയാൻ, അല്ലെങ്കിൽ +2 കഴിയാൻ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് റൺ ചെയ്ത് സെറ്റ് ആവാൻ, അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിയാൻ, അല്ലെങ്കിൽ വീട് വെക്കാൻ, ഇങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്, ഒന്ന് മൈൻഡ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട്. നോ, സാറ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഹാപ്പിനെസ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നല്ല ഭക്ഷണം സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ എ സക്സസ്. സക്സസ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ കിട്ടുന്ന ഒരു വലിയ സംഭവമല്ല. ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ ഇനീഷ്യേറ്റീവ്, നമ്മളിടുന്ന എഫേർട്ടിന് സക്സസ് ആയതിന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മളെ എഫേർട്ടിന് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പം സാറ് അവിടെ പഞ്ചാബിൽ നിൽക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടാവും. നല്ല തണുപ്പാണ്. നോർമലി നമ്മൾ കേരളത്തിൽ നിന്ന് അവിടെ പോകുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരിക്കും. കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അതുപോലെ തന്നെ നോർമൽ ഓവർ തണുപ്പോ ഓവർ ചൂടോ ഒന്നുമില്ലാത്തൊരു ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ബട്ട് ഇപ്പൊ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ കൂടി വരുന്നൊക്കെ ഉണ്ട്. എന്നാലും ഞാനൊരു തവണ പഞ്ചാബിൽ പോയിട്ടുണ്ട്. അവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി കയറുന്ന രീതിയിൽ, തുളഞ്ഞു കയറുന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള തണുപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു തണുപ്പിൽ നിൽക്കുന്ന ആ ഒരു സക്സസ് ഉണ്ടല്ലോ, അതിന് ശരിക്കും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് ശരിക്കും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പൊ നിങ്ങളെ സെൽഫ് കടന്നു പോകുന്ന ഒരു ഏരിയ ഉണ്ടാവും, ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. മേ ബി അത് സ്റ്റഡീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പ് റിഗാർഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ്, എനിത്തിങ്. നിങ്ങളുടെ ലൈഫിൽ ഏത് പാർട്ടിലാണ് പോകണമെന്നുണ്ടെങ്കിലും ആ പാർട്ടിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ സക്സസും ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സും എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് കണ്ടെത്തി മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പം ഏകദേശം ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ഒരുപാട് സംഗതികൾ നോട്ട് ചെയ്തിട്ടുണ്ട് സാറ് പറഞ്ഞ സംഗതികളിൽ. നമ്മളെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. ടീച്ചേഴ്സ്, ഇപ്പൊ ഞാൻ എന്റെ മെൻറ്ററുമായിട്ട് ഈ അടുത്ത് ഡിസ്കസ് ചെയ്ത സമയത്ത് മെൻറ്റർ പറഞ്ഞൊരു സംഗതിയാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. എന്താന്ന് വെച്ചാല് നിങ്ങൾ അതേ പ്രൊഫഷനിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന ഏതാണ് പ്രൊഫഷൻ, അത് റിഗാർഡിംഗ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ പോയി പരിചയപ്പെടും. ഓക്കെ, ഒരു ടീച്ചർ ഒരു സ്കൂളിലെ ടീച്ചേഴ്സിനെ മാത്രം കാണുന്നതിന് പകരം ഔട്ട്സൈഡിൽ ആ സ്റ്റേറ്റ് മാറിയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിനെ പരിചയപ്പെടട്ടെ, അവരെ ശൈലികളെ പഠിക്കട്ടെ, അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ എടുക്കട്ടെ, ഇംപ്ലിമെന്റ് ചെയ്യട്ടെ. ഓക്കെ, നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ മറ്റുള്ള സ്റ്റുഡൻസിനെ പോയിട്ട് അവിടെ മീറ്റ് ചെയ്തിട്ട് അവിടുന്ന് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടാണ്ട് അത് പഠിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന ആ ഒരു ട്രൂ ആയിട്ടുള്ള ഇന്റൻഷൻ, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ്ഫുൾനെസ് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ
നമ്മളെ ലൈഫിലെ സക്സസിലേക്ക് ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പും ആ ചെറിയ ചെറിയ സ്റ്റെപ്പും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് സക്സസ് ആണ് എന്നുള്ളത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളതാണ്. എനിവേ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് സാർ പറഞ്ഞത് സക്സസിനെ പറ്റിയിട്ടും സെലിബ്രേഷൻ ആൻഡ് ഓൾസോ സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി, നമ്മളെ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട്. ഒബ്വിയസ്ലി നമ്മളെ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി മൈൻഡ്ഫുൾനെസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. സിംപിളി പറയുകയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ. ലൈഫിൽ അവർ കടന്നു വരുന്ന ഒരു പാത്ത് ഉണ്ടാവും, അതിൽ നിന്ന് മാറിയിട്ട് ഇതുവരെ ഒരു ഗോൾ സെറ്റ് ചെയ്യാത്ത ആളുകൾക്ക് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് അവർ ലൈഫ്, ഓരോരുത്തർക്കും എക്സാക്ട് ആയിട്ടുള്ള ഒരു പേർപ്പസ് ഉണ്ടാവും. ആ പേർപ്പസിലേക്ക് അവർ എത്തിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഒരു പാഷൻ ഉണ്ടാവും, ആ പാഷൻ അവർക്ക് എത്തിക്കാൻ പറ്റണം. അതിന് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടല്ല വേണ്ടത്. അവർ ഓൾറെഡി ലേൺ ചെയ്തിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ്. മേ ബി ഇപ്പൊ സാറ് പറഞ്ഞിട്ടുള്ള കാശ്മീരിലെ സ്റ്റുഡൻസിന് ഒരുപാട് ഫെസിലിറ്റീസ് ഇല്ലാത്ത, അതായത് ഇന്ന് നിലവിലുള്ള ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങൾ കിട്ടാത്തതും കൊണ്ട് കൂടി ആയിരിക്കും അവരെ ലാംഗ്വേജിൽ എത്ര ഇമ്പ്രൂവ് ആയത്. മേ ബി അവർ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അവരുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവുന്നുണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇല്ലാത്തതും കൂടി ആയിരിക്കും അവർ ഒരുപാട് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് സംഗതികൾ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റണം. നെഗറ്റീവ് ആയിട്ടുള്ള സംഗതികൾ, അത് സോഷ്യൽ മീഡിയ ആയാലും നെഗറ്റീവ് ആയിട്ടുള്ള നമ്മളെ തോട്ട് പാറ്റേൺ ആയാലും നമ്മളെ തിങ്കിങ് ആയാലും ഒക്കെ അത് എന്ത് ചെയ്യണം, നമുക്ക് റീവയറിങ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ പാരന്റ്സും ടീച്ചേഴ്സും സൊസൈറ്റിയും ഒക്കെ തന്നിട്ടുള്ള ഒരു വയറിംഗ് ഉണ്ട്, നീ ഇന്ന രീതിയിലാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് റീവയർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യുക നിങ്ങളെ സക്സസിലേക്ക്. ഫോക്കസ് എന്നുള്ളത് സാറ് പറഞ്ഞ പോലെ, ആ അമ്പെയ്ത്തുകാരന്റെ കഥ പറഞ്ഞ പോലെ, ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന അതേപോലെ തന്നെ 999 കാര്യങ്ങൾ ഒഴിവാക്കലും കൂടിയാണ്. എപ്പോഴും ഫോക്കസിനെ പറ്റി പറയുന്ന ഒരു സംഗതി, ഫോക്കസ് എന്ന് പറഞ്ഞാല് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ഇങ്ങേ ഭാഗത്ത് 999 കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സാറിന് അറിയാൻ മതി, ഒരുപാട് സ്റ്റുഡൻസ് ഒന്ന് പറയുന്നുണ്ടാവും, സാറേ പഠിക്കാൻ ഇരിക്കുന്നുണ്ട് പക്ഷെ പിന്നെ ഇങ്ങനെ തെന്നി മാറി പോവാന്ന്. അപ്പൊ റീസൺ ചോദിക്കുമ്പോൾ പറയും, ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ഒന്ന് അതിൽ പോയി നോക്കി, പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയി എന്നുള്ളത്. സി അവിടെ ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ മാറ്റി വെക്കേണ്ട ഒരു സംഗതി. നമ്മളെ ഫോക്കസിനെ തട്ടി തെറിപ്പിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ആ നോട്ടിഫിക്കേഷൻ ആണ്, നമ്മൾ അത് റിമൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതുപോലെ ഇന്ന് സാറടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ സംഗതികളും ഇൻക്ലൂഡിങ് മൈൻഡ്ഫുൾനെസ് ആണെങ്കിലും, അത് ഇപ്പൊ ഞാനും കൂടി ഡീൽ ചെയ്യുന്ന, ഇപ്പൊ ഞാൻ കൊടുക്കുന്ന കോർപ്പറേറ്റ് ട്രെയിനിങ് ഉണ്ട്, കോർപ്പറേറ്റ് കമ്പനികളിൽ കൊടുക്കുന്ന ട്രെയിനിങ് പോലും മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയിട്ടാണ്. അവർക്കും നീഡഡ് ആയിട്ടുള്ളത് അതാണ്. അവിടുത്തെ സ്റ്റാഫിനും അവിടുത്തെ മാനേജ്മെന്റിനും ഒക്കെ ആവശ്യം മൈൻഡ്ഫുൾനെസ് ആണ്. മൈൻഡ്ഫുൾനെസ് ആണ് എല്ലാവർക്കും വേണ്ടത്. എല്ലാവരും ഓടുന്നത് മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം അത്രത്തോളം എന്താ പറയാ, അറിവുകൾ ഇന്ന് അത്രയും സുലഭമാണ്. യൂട്യൂബിലും അതും എല്ലായിടത്തും ഗൂഗിളിലും എല്ലായിടത്തും അറിവുകൾ സുലഭമാണ്. അതുകൊണ്ട് തന്നെ പല അറിവുകളും പല ഭാഗത്തു നിന്നും അവര് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, പ്രോപ്പർ ആയിട്ട് ഒരു പഠിച്ചൊരു വ്യക്തിന്റെ അടുത്ത് നിന്നുള്ള ഗൈഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, അത് അവിടുന്ന് എടുത്ത് ഇവിടുന്ന് എടുത്ത് ഫാമിലി പ്രശ്നം, റിലേഷൻഷിപ്പിൽ പ്രശ്നം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് ഫ്ലോപ്പായി, പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ട് പ്രശ്നം ഇങ്ങോട്ട് പ്രശ്നം. ഇവർക്ക് ആർക്കും സാറ് പറഞ്ഞ പോലെ ചെയ്യുന്ന ആ ഒരു സംഗതിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ സാറിന്ന് ഒരുപാട് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളെ ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റട്ടെ, നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് നിങ്ങൾ ഇപ്പൊ ലൈഫിൽ കടന്നു പോകുന്ന ആ ഒരു ഏരിയ ഏതാണോ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സെലിബ്രേഷൻ, ഒരു ചെറിയൊരു സക്സസ് സെലിബ്രേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റട്ടെ, നടത്താൻ പറ്റട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. ആൻഡ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ, ഇന്നത്തെ സെഷനെ പറ്റിയിട്ട് നിങ്ങളെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ, സാറെ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാന്നുള്ളതാണ്. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഹലോ, എൻ്റെ പേര് സോന. ഞാനും ഈ ടീം MJMലെ ഒരു മെൻറ്ററാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നൗഫൽ സാറോട് ഭയങ്കര ഒരു താങ്ക് യു പറയാണ്. അത്രക്കൊരു അടിപൊളി സെഷനാണ് സാർ നമുക്ക് വേണ്ടിയിട്ട് തന്നത് ഈ ഒരു സമയത്തും. എനിക്കും ചെറിയ റേഞ്ച് ഇഷ്യൂസ് ഉണ്ടായിട്ട് അവിടെ ഇവിടെ ഒക്കെ കട്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും സാർ ഓരോ വാക്കുകളും നമുക്കിങ്ങനെ ലൈക്ക് ഉള്ളിക്കടുക്കുണ്ട്. അപ്പൊ നമ്മൾ പറയല്ലോ, നമുക്കൊരു കാര്യമാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് സാറിപ്പോൾ തന്നു. ലൈക്ക് ഓല് പറഞ്ഞവർ ഇപ്പം ഈ ലാംഗ്വേജ് സംസാരിക്കാൻ അറിയുമോന്ന് ചോദിച്ചത് തന്നെ. ലൈക്ക് നമ്മൾ ചിന്തിക്കാണ്, ഇപ്പൊ ദിവസം നമ്മളിപ്പോ ഇംഗ്ലീഷ് മൂവീസ് കാണുന്നുണ്ട്, ഹിന്ദി മൂവീസ് കാണുന്നുണ്ട്,
ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മലയാളം തന്നെ നമ്മൾ എന്നും സംസാരിക്കുന്ന ലാംഗ്വേജ് ആണ്. പക്ഷെ ഒരാളെ മുന്നിൽ അല്ലെങ്കിൽ ഒരു 50 ആളെ മുന്നിൽ വെച്ചിട്ട് ഒന്ന് നിർത്താണ്ട് സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് സാധിക്കില്ല. ലൈക്ക് മേ ബി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ തെന്നി മാറി പോകുന്നത്. എനിക്ക് സാർ പറഞ്ഞാൽ ഏറ്റവും ഒരു ഇതായിട്ട് കൊണ്ടത് എന്താന്ന് വെച്ചാൽ ലൈക്ക് നമ്മളെ തോട്ട്സും നമ്മളെ ഹാർഡ് വർക്കും എവിടെയാണോ കൂടി ചേരുന്നത് അവിടെയാണ് സക്സസ് ഉണ്ടാവുന്നുള്ള കാര്യമാണ്. സോ അടിപൊളി ക്ലാസ് ആയിരുന്നു. ലൈക്ക് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെഷൻ തന്നതിന് സാറോട് വൺസ് അഗൈൻ ടീമിന്റെ പേരിലും എന്റെ പേരിലും നന്ദി പറയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ലീവ് ചെയ്യട്ടെ. ഓക്കെ സാറേ. അപ്പൊ അങ്ങനെ സാറിന് ലീവ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും, ഓക്കെ. സാറെ വിളിക്കും. സാറിന് അടുത്ത് നിന്ന് ഇനി ഒരുപാട് കാര്യങ്ങൾ കിട്ടാണ്ട്. കാരണം നമ്മളെ ഏരിയ റിഗാർഡിങ് ആയിട്ട് ഒരുപാട് റിസർച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ സാറിന് അടുത്ത് നിന്ന് ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള അറിവുകൾ, വിസ്ഡംസ് സാറിന് അടുത്ത് നിന്ന് കിട്ടാണ്ടാവും. അപ്പം ഇനിയും സാറ് വരണം. ഇതുപോലെ തന്നെ നല്ല ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യണം, സാറ് ഷെയർ ചെയ്യണം. എന്തായാലും ലൈഫിലെ ചെറിയൊരു പാർട്ട് മാത്രമേ സാർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. 1 or 2 കുറഞ്ഞ സമയത്ത് എക്സ്പീരിയൻസ് മാത്രം. നേരിട്ട് പറയാം, നേരിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, പഠിച്ചു വന്ന വഴികളൊക്കെ. അത് അങ്ങനെ ഓൺലൈനിലൂടെ അങ്ങനെ പറയാന് കുറച്ച് പ്രയാസമുള്ളത് കൊണ്ടാണ് നേരിട്ട് സംസാരിക്കുക പിന്നീട് എപ്പോഴെങ്കിലും. ഓക്കെ. ഓക്കെ. എന്തായാലും നമ്മളൊരു ഓഫ്ലൈൻ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. നെക്സ്റ്റ് മന്തിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്തിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ്ലി മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കേൾക്കാം, കൂടുതൽ പഠിക്കാം, കൂടുതൽ സക്സസും കൂടുതൽ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ളതാണ്. എനിവേ, ഇന്നത്തെ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരോടും ടീമിന്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ എന്ത് ചെയ്യാണ്, നന്ദി പറയാനാണ്. സോ പ്രോഗ്രാമിൽ നിന്നിട്ടുള്ള സാറോടും നന്ദി പറയാണ്. ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമ്മളെ കോൾ ടു ഡയമണ്ട് എന്നുള്ള താങ്ക് യു. മീറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, താങ്ക് യു.